കുഞ്ഞോളെ, നമ്മൾ ആധുനിക പീരിയോഡിക് ടേബിൾ, ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനിലായിരുന്നു. നമ്മൾ ആ മോഡേൺ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട 4-5 പോയിന്റുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്താണ്? മോഡേൺ പീരിയോഡിക് ലോയുടെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ഹൊറിസോണ്ടൽ റോസ്, വെർട്ടിക്കൽ കോളംസ് കിട്ടുന്നു എന്ന് പറഞ്ഞു. 18 വെർട്ടിക്കൽ കോളംസ് ആണുള്ളത്. അവരെ പറഞ്ഞ പേരാണ് ഗ്രൂപ്പുകൾ. 7 ഹൊറിസോണ്ടൽ റോസ് ആണുള്ളത്. അവരെ പറഞ്ഞ പേരാണ് പീരീഡ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ ഔട്ട്ലൈൻ ഏകദേശം ഇതുപോലെയാണ്, അല്ലെ? ഏകദേശം ഇതുപോലെയാണ്. നമുക്ക് 18 പീരീഡുകൾ കിട്ടുന്നുണ്ട്. നോക്കാം, ഇതാണ് 18 ഗ്രൂപ്പുകൾ കിട്ടുന്നുണ്ട്. മാഷ് പറഞ്ഞ് തെറ്റിപ്പോയി. 18 ഗ്രൂപ്പുകൾ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഓക്കെ, പീരീഡുകൾ 7 എണ്ണം. 1, 2, 3, 4, 5, 6, 7 പീരീഡുകൾ. അതിൽ ആദ്യത്തെ പീരീഡിൽ, ഒന്നാമത്തെ പീരീഡിൽ 2 എലമെന്റുകളാണ് ഉള്ളത്. ഓക്കെ, അതിന് നമ്മൾ പറഞ്ഞ പേരാണ് ഷോർട്ട്. ഒന്നാമത്തെ പീരീഡിൽ 2 എലമെന്റുകൾ, രണ്ടാമത്തെ പീരീഡിലും മൂന്നാമത്തെ പീരീഡിലും 8 എലമെന്റുകൾ വീതമാണുള്ളത്. ഇവിടെ 2 എണ്ണം, ഇവിടെ 6 എണ്ണം. ഇവിടെ 2 എണ്ണം, ഇവിടെ 6 എണ്ണം. 1, 2, 3, 4, 5, 6. അപ്പൊ ഇതിൽ 2 എലമെന്റ്, 8 എലമെന്റ്, 8 എലമെന്റ്. ഈ 3 പീരീഡുകളെ പറഞ്ഞ പേരാണ് ഷോർട്ട് പീരീഡ്സ്. ആക്ച്വലി ഇത് വെരി ഷോർട്ട് പീരീഡ് ആണ്. ഒന്നാമത്തെ പീരീഡ് വെരി ഷോർട്ട് പീരീഡ് ആണ്. ഇത് ഷോർട്ട് പീരീഡ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത 2 എണ്ണത്തിൽ 4-ലും 5-ലും 18 എലമെന്റുകൾ വീതമാണ് ഉള്ളത്. 18 എലമെന്റ്. 2 ഇവിടെ, 10 എണ്ണം നടുവില്, ഇവിടെ 6 എണ്ണം. 2 ഇവിടെ, 10 എണ്ണം ഇവിടെ, 6 എണ്ണം ഇവിടെ. അങ്ങനെ 18 എലമെന്റുകൾ വീതമുള്ള 4-നെയും 5-നെയും പറഞ്ഞ പേരാണ് ലോങ് പീരീഡ്സ്. ഓക്കെ, അപ്പൊ ഇത് വെരി ഷോർട്ട് പീരീഡ്, ഷോർട്ട് പീരീഡ്സ്, ലോങ് പീരീഡ്സ്. ഓക്കെ, ഈ 6-ാമത്തെ പീരീഡില് 32 എലമെന്റുകളാണ് ഉള്ളത്. അതിൽ 18 എണ്ണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 16 എണ്ണം താഴെ എടുത്ത് എഴുതിയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ പെട്ട 16 എണ്ണത്തിന് താഴെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ 18ഉം ഇവിടുത്തെ 14ഉം ചേർന്നിട്ട് 32 എലമെന്റുകളാണ് 6-ാമത്തെ പീരീഡിൽ ഉള്ളത്. അതേപോലെ 7-ാമത്തെ പീരീഡിലും 32 എലമെന്റുകളാണ് ഉള്ളത്. ഓക്കെ, ആ 2 പീരീഡുകളെ പറഞ്ഞ പേരാണ് വെരി ലോങ് പീരീഡ് ഓർ ലോങ്സ്റ്റ് പീരീഡ്സ്. അപ്പൊ ഷോർട്ടസ്റ്റ് പീരീഡ്, ഷോർട്ട് പീരീഡ്സ്, ലോങ് പീരീഡ്സ്, ലോങ്സ്റ്റ് പീരീഡ്സ്. അപ്പൊ ഇതിൽ 2, 8, 8, 18, 18, 32, 32 എലമെന്റുകൾ വീതമാണ് 7 ഗ്രൂപ്പുകളിൽ, 7 പീരീഡുകളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് അറ്റോമിക് നമ്പർ 1, ഇവിടെ അറ്റോമിക് നമ്പർ 118. ഓക്കെ, ഇത് നമ്മൾ ഇതിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയപ്പെട്ട 118 എലമെന്റുകളുടെ വേറെ ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഈ പറയപ്പെട്ട 18 ഗ്രൂപ്പുകളിലും 7 പീരീഡുകളുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള 118 എലമെന്റുകളെ നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇൻടു ബ്ലോക്സ്. അതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. ക്ലാസിഫിക്കേഷൻ into blocks. 4 ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ആ 4 ബ്ലോക്കുകളാണ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്.
നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ് എസ് ബ്ലോക്ക്, ഏതാണ് പി ബ്ലോക്ക്, അങ്ങനെ അതേപോലെ ഏതാണ് ഡി അതേപോലെ ഏതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എന്നിട്ട് അതിലെ ഓരോ ബ്ലോക്ക് എലമെന്റുകളുടെയും ഒരു 4-5 പ്രോപ്പർട്ടീസ് അങ്ങ് പഠിക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഗീവ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഒരു 4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് പറയണ്ടേ. ഈ ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ അതിൽ ഓരോ എലമെന്റിന്റെയും അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് പോകുന്നത് എന്ന് നോക്കുക. സബ്ഷെല്ലുകളാകെ 4 എണ്ണമല്ലേ ഉള്ളൂ, എസ്, പി, ഡി ആൻഡ് എഫ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു സബ്ഷെല്ലിലേക്കായിരിക്കും അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുക. അങ്ങനെ ഒരു എലമെന്റിന്റെ ഒരാറ്റത്തിന്റെ ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവസാനം എൻ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലേക്കാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ. അത് എസ് സബ്ഷെല്ലിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് എങ്കിൽ അതിന് എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയും. അത് പി സബ്ഷെല്ലിലേക്കാണ് എങ്കിൽ പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയും. അതേപോലെ ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. Okay, so classification is based on the criteria. What criteria? Which is the subshell in which the last electron enter. Okay, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്കിനെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമായിരുന്നു എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ എന്താണ് അവർ എന്ന് ആദ്യം പറയുക. എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ദി എലമെന്റ്സ് in which the last electron enter into the S subshell of the outermost shell. എന്നാണ് ഇവരെ പ്രത്യേകത ഉണ്ടെന്ന് ആദ്യം പറയാം. ആരെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റിൽ ഉൾപ്പെടാനുള്ള ക്രൈറ്റീരിയ എന്നാണ് ലാസ്റ്റ് ഇലക്ട്രോൺ enter into the last electron enter into the outermost S subshell. അവസാനത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അവസാനത്തെ ഇലക്ട്രോണ് ലാസ്റ്റ് ഷെല്ലിന്റെ പേരാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഓർ വാലൻസ് ഷെല്ല്. വാലൻസ് ഷെല്ലിലെ എസ് സബ്ഷെല്ലിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് എങ്കിൽ അയാൾ എസ് ബ്ലോക്കിൽ ഉൾപ്പെട്ട എലമെന്റ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആരുടെയൊക്കെയാണ് അവസാനത്തെ ഇലക്ട്രോണ് എസ് സബ്ഷെല്ലിലേക്ക് പോകുന്നത് അറിയണ്ടേ. അവസാനത്തെ സബ്ഷെല്ലിലേക്ക് പോകുന്നത് ഈ 2 ഗ്രൂപ്പുകളാണ്. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും. അതായത് ആൽക്കലൈൻ മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമാണ് എന്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ഈ പറയപ്പെട്ട എസ് ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടതെന്ന് പറയണം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്സ് belongs to this block. Okay, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് കാണാം. 1s1, 2s1, 3s1, 4s1, 5s1, 2s2, 3s2, 4s2, 5s2. അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് അവസാനത്തെ ഷെല്ലിലെ സബ് ഷെല്ലിലാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും എസ് ബ്ലോക്കിൽ ഉൾപ്പെട്ടു. എസ് ബ്ലോക്ക്. ഓക്കെ, ഇനി എന്ത് പറയണമെന്ന് അറിയാവോ? ഒരു 4-5 പോയിന്റുകളെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, എങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് 4 ഓർമ്മയിൽ നിന്ന് 4 എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ആരാണ് അല്ലെങ്കിൽ എസ് ബ്ലോക്കിൽ ഉൾപ്പെടാനുള്ള ക്രൈറ്റീരിയ എന്താണ്, ആ ക്രൈറ്റീരിയ വഴി എസ് ബ്ലോക്കിൽ ഉൾപ്പെട്ടവർ ആരാണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് ആ ഗ്രൂപ്പിന്റെ ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയണം. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ മക്കളെ. എന്താണ് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ കോൺഫിഗറേഷൻ? 1s1, 2s1, 3s1, 4s1, അങ്ങനെ 7s1. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ns1 അല്ലെ.
ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1. അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പറയുമ്പോൾ 2s2, 3s2, 4s2, 5s2, അങ്ങനെ അവസാനം 7s2, ജനറൽ ആയിട്ട് NS2. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണം ചേർന്നതാണല്ലോ എന്നത് എസ് ബ്ലോക്ക്. അപ്പൊ എസ് ബ്ലോക്കിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ പൊതുവായിട്ടുള്ള ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? NS1 to 2s1, 2s2, 3s1, 3s2, 4s1, 4s2, അങ്ങനെ വരും. ഓക്കെ, അതിന് NS1 എന്നുള്ളത് ആൽക്കലി മെറ്റൽസിന്റെയും NS2 എന്നുള്ളത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെയും. ഓക്കെ, അപ്പോ ഈ മൂന്ന് പോയിന്റ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഡെഫിനിഷൻ, എസ് ബ്ലോക്കിന്റെ ഡെഫിനിഷൻ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി അവരുടെ പൊതുവായിട്ടുള്ള 2-3 ഫീച്ചേഴ്സ് പറയുക. എന്നതറിയാവോ? ഇവരെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. എല്ലാവരും മെറ്റൽസ് ആണ്, പേരിൽ തന്നെയുണ്ട്. ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റും കുറവാണ്, ബോയിലിംഗ് പോയിന്റും കുറവാണ്. ഓക്കെ, കാഠിന്യം തീരെയില്ല, മൃദുലമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. ദേ ആർ സോഫ്റ്റ് മെറ്റൽസ്. ദേ ആർ സോഫ്റ്റ് മെറ്റൽസ്. Soft metals with a low melting point and boiling point. Okay, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്. They are highly reactive. എല്ലാവരും മെറ്റൽസ് ആണ്, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. വളരെ പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ബോണ്ട് ഉണ്ടാക്കണ്ട. അയോണിക് ബോണ്ടോ, കോവാലന്റ് ബോണ്ടോ, കോർഡിനേറ്റ് ബോണ്ട്, ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ടേ? ഇവരെല്ലാം മെറ്റലാണ്. മെറ്റലിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം, അവര് ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുക. ദാറ്റ് മീൻസ് ഇവരുണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ പൊതുവെ പറഞ്ഞാൽ അയോണിക് ആണ്. വളരെ പെട്ടെന്ന് തന്നെ അയോണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്ന ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് ഇവര്. ഓക്കെ, ദേ ആർ ഹൈലി റിയാക്റ്റീവ്. ദേ ആർ highly reactive. വളരെ പെട്ടെന്ന് മാഷ് പറയാം കേട്ടോ, വലിച്ചു നിൽക്കുന്നില്ല. They are highly reactive and form ionic compounds. ഇങ്ങനെ പറയുമെങ്കിലും ഒരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാവരും അയോണിക് കോമ്പൗണ്ട് അല്ല. ഇതിൽ കോവാലന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നവരുണ്ട്. ആരെന്നറിയോ? ലിഥിയവും ബെറിലിയവും. ഇവർ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാക്കൂല എന്നല്ല, പക്ഷെ ഈ രണ്ടെണ്ണം കോവാലന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യും. സോ എക്സെപ്റ്റ് ലിഥിയം ആൻഡ് ബെറിലിയം, all alkali metals and alkaline earth metals, that means all s block elements form ionic compounds. Okay, ഇനി അങ്ങനെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? ആൽക്കലി മെറ്റൽ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യും. അപ്പോൾ അതിനെന്ത് ചാർജ് കിട്ടും? +1 ചാർജ് കിട്ടും. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണെങ്കിൽ 2 ഇലക്ട്രോൺസ് ലോസ് ചെയ്യും. അതുകൊണ്ട് അവർക്ക് 2 പോസിറ്റീവ് ചാർജ് കിട്ടും. അതായത് ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. ആൽക്കലി മെറ്റൽസിന്റെ കോമ്പൗണ്ട്, ആൽക്കലി മെറ്റൽസ് ഒറ്റയ്ക്ക് ഉണ്ടാവുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും 0 ആണല്ലോ. ഇവര് കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും +1 ആണ്. അതേസമയം ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, അപ്പോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, they show oxidation state എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പുതിയൊരു പാഠം തന്നെ അതിന് വേണ്ടി ഉണ്ട്. എന്താ പറയുക, +1 ഉണ്ട് കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ, റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാഠം തന്നെയുണ്ട്. നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. They show oxidation state of +1 and +2. ഇതല്ലാതെ വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവർ കാണിക്കൂല കേട്ടോ. They show oxidation state of +1 and +2. ഇതല്ലാതെ വേറൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവർ കാണിക്കത്തില്ല. മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് അറിയാവോ? ഇവർ വളരെ നല്ല റെഡ്യൂസിങ് ഏജന്റുകളാണ്. They are good reducing agents. അത് ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി. They are good reducing agent എന്ന് പറഞ്ഞാൽ എന്താണോ?
എന്താ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ? കെമിക്കൽ റിയാക്ഷന്റെ സമയത്ത് ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നവരാണ് റെഡ്യൂസിങ് ഏജന്റ്സ്. റിയാക്ഷന്റെ സമയത്ത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നവർ, ലോസ് ചെയ്യുന്നവരാണ് റെഡ്യൂസിങ് ഏജന്റ്സ്. വളരെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല റെഡ്യൂസിങ് ഏജന്റുകളായി. ഇവരുടെ അടുത്ത് വന്നിട്ട് ഇലക്ട്രോൺ തരോ എന്ന് ചോദിക്കേണ്ട താമസം വിട്ടുകൊടുത്തോ. ഓക്കെ, സോ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റുകളാണ് ഈ പറയപ്പെട്ട S block elements. So these are important features about S block elements. ആദ്യം അതിന്റെ ഡെഫിനിഷൻ, അവസാനത്തെ ഇലക്ട്രോണിക് സബ്ഷെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു. ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോഫ്റ്റ് മെറ്റൽ ആണ്, അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്, വളരെ പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ ഭൂരിഭാഗം അയോണിക് ആണ്. ഓക്കെ, ഇനി അവരുണ്ടാക്കുന്ന കോമ്പൗണ്ടുകളിൽ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ഉം +2 ആണ്. അതല്ലാതെ വേറൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ കാണിക്കത്തില്ല. പിന്നെയോ വളരെ പെട്ടെന്ന് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നവർ ആയതുകൊണ്ട് അവർ വളരെ നല്ല റെഡ്യൂസിങ് ഏജന്റുകളാണ്. സോ അത് കഴിഞ്ഞു, S block elements കഴിഞ്ഞു. മാഷ് വായിക്കുന്നേ കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് കുഞ്ഞുമക്കളെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് P block elements. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് P block elements. S block കഴിഞ്ഞ് P block. ആദ്യം എഴുതണം, ഡെഫിനിഷൻ എഴുതണം. എന്താണ് P blockന്റെ എലമെന്റ്സ്? P block elements എന്ന് പറഞ്ഞാൽ എന്താ? These are the elements in which the last electron enter into the outermost p subshell. S block ആണെങ്കിലോ outermost s subshell, അവസാനത്തെ ഷെല്ലിലെ S subshellലേക്ക്. ഇവിടെയോ അവസാനത്തെ ഷെല്ലിലെ, അതായത് ബാലൻസ് ഷെല്ലിലെ P subshellലേക്ക് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യണം. ഓക്കെ, these are elements in which last electron enter into outermost P subshell. Last electron enter into outermost P subshell. Definition ആണ്. ഇനി മാഷ് കുറച്ച് സ്പീഡ് ആക്കുന്നേ. ഇനി ആരൊക്കെയാണ് അവിടെ ഉൾപ്പെട്ടിട്ടുള്ളത്? വളരെ സിമ്പിൾ. 13 മുതൽ 18 വരെയുള്ളവർ. ഏതൊക്കെയാണ്? 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെയുള്ളവരാണ് P ബ്ലോക്ക്. ഓക്കെ, അതായത് ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻസ് ആൻഡ് നോബിൾ ഗ്യാസ് ബിലോങ്സ് ടു P ബ്ലോക്ക്. ഓക്കെ, next point, they include group 13 to 18. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് P ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നറിയാവോ? ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ 2s2 2p1, 2s2 2p2, 2s2 2p3, അങ്ങനെ ഇവിടെ 2p6 കംപ്ലീറ്റ് ആവും. 2p കംപ്ലീറ്റ് ആവും. ഇവിടെ 3p1 സ്റ്റാർട്ട് ചെയ്യും, 3p സ്റ്റാർട്ട് ചെയ്ത് 3p6 ഇവിടെ കംപ്ലീറ്റ് ആവും. 4p സ്റ്റാർട്ട് ചെയ്യും, 4p6 ആയിട്ട് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇവിടുത്തെ ലാസ്റ്റ് ഷെല്ല് രണ്ടാമത്തെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലില് P സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഷെല്ലില് P കംപ്ലീറ്റ് ആവുന്നു. മൂന്നാമത്തെ ഷെല്ലിലെ P സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ഷെല്ലിലെ P ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. അങ്ങനെ അവസാനം ഇവിടെ ഏഴാമത്തെ ഷെല്ലിലെ P സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴാമത്തെ ഷെല്ലിലെ P ഇവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ? അപ്പൊ Pയിലേക്ക് എൻ്റർ, അവസാനത്തെ ഇലക്ട്രോൺ Pയിലേക്ക് എൻ്റർ ചെയ്യുന്നത് കൊണ്ടാണ് അവർ നമ്മൾ എന്ത് പറയുന്നത്? P ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി കുഞ്ഞോളെ ഇനെന്ത് പറയണം? നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ അതേ ഓർഡറിൽ നിന്ന് നോക്കിയാൽ മതി. ഇനി അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയണം. 2s2 2p1, 3s2 3p1, 4s2 4p1, 5s2 5p1, 6s2 6p1. അപ്പോ ഇതിന്റെ 13ാമത്തെ ഗ്രൂപ്പിന്റെ കോൺഫിഗറേഷൻ എന്താ? ജനറൽ കോൺഫിഗറേഷൻ ns2 np1. ഇവിടെയാണെങ്കിൽ ns2 np2, ഇതാണെങ്കിൽ ns2 np3, ഇതാണെങ്കിൽ ns2 np6. അപ്പൊ ബ്ലോക്കിന്റെ പൊതുവായിട്ട് പറയുന്നുണ്ടെങ്കിലോ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ EC എന്ന് പറയുന്നത് ns2 np, ഇവിടെ 1 2 3 4 5 6,
np1 to 6. So general configuration, electronic configuration, ns to np1 to 6. ns to np1 ആണെങ്കിൽ 13ാമത്തെ ഗ്രൂപ്പ്, ns to np2 ആണെങ്കിൽ 14ാമത്തെ ഗ്രൂപ്പ്, അങ്ങനെ ns to np6 ആകുമ്പോൾ 18ാമത്തെ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി. ഓക്കെ കുഞ്ഞോളെ? ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ പ്രത്യേകത, ഈ പറയപ്പെട്ട എലമെന്റുകൾ ഉണ്ടല്ലോ, ഇത്രയും എലമെന്റുകൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള എലമെന്റ്, അതിൽ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്. ഇവിടെ മെറ്റൽസ് ഉണ്ട്, ഇവിടെ ഉള്ള പോലെ തന്നെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ അല്ല, പക്ഷെ മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഓക്കെ. ദേ ഇൻക്ലൂഡ് മെറ്റൽസ്, മെറ്റലോയിഡ്സ് ആൻഡ് നോൺ മെറ്റൽസ്. എല്ലാവരും അതിലുണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, കുറച്ച് പോയിന്റുകൾ ഇതിൽ പറയാനുള്ളൂ. ഇപ്പൊ 4 പോയിന്റല്ല മാഷ് പറഞ്ഞത്, ഒരു 6 പോയിന്റ്, ടോട്ടൽ 6 പോയിന്റ്. അടുത്തത്, നേരത്തെ നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ പറഞ്ഞത്? +1, എപ്പോഴും +1, ഇവരെപ്പോഴും +2. ഒരിക്കലും ലിഥിയം +2 കാണിക്കത്തില്ല, +3 കാണിക്കത്തില്ല. ലിഥിയത്തിന്റെ എപ്പോഴും +1 തന്നെയാണ്. അതേസമയം പി ബ്ലോക്കിലുള്ള എലമെന്റുകൾ അങ്ങനെയല്ല, അവിടെ ചില ആൾക്കാർ ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. എപ്പോഴും ഒരേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റൂല. എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, ഓക്സിജൻ എല്ലാവരും കാണിക്കുന്നല്ല, അവ പൊതുവായിട്ട് പറയുന്നത്. ഓക്സിജൻ സാധാരണ ഓക്സിജന്റെ കോമ്പൗണ്ടുകളിൽ H2O പോലുള്ള കോമ്പൗണ്ടുകളിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇസ് -2 പൊതുവായിട്ട് പറയുകയാണെങ്കിൽ. അതേസമയം ഓക്സിജൻ വരുന്നത് ഫ്ലൂറിന്റെ കൂടെയാണെങ്കിൽ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. OF2 ൽ +2 ആണ് ഓക്സിഡേഷൻ നമ്പർ. അതേ ഓക്സിജൻ H2O2 ആയിട്ട് വരുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ -1 ആണ്. കണ്ട, ഓക്സിജൻ വ്യത്യസ്ത കോമ്പൗണ്ടുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ മാറിയത് കണ്ട. ഓക്കെ, അതായത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവർ അവിടെയുണ്ട്. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കൂടി പറയുന്നു. ഇവര് കോവാലന്റ് കോമ്പൗണ്ടുകളും ഉണ്ടാക്കുന്നു, അതേപോലെ അയോണിക് കോമ്പൗണ്ടുകളും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, they form ionic as well as covalent compounds. So these are the important features about related to p block elements. Right. എന്താണ് ഡെഫിനിഷൻ? ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, അയോണിക് കോമ്പൗണ്ടും അതേപോലെ തന്നെ കോവാലന്റ് കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നു. ഓക്കെ. ഇനി ഈ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും, എസ് ബ്ലോക്ക് അതായത് ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും, പി ബ്ലോക്കിലെ 18 ഒഴികെയുള്ളത് 1, 2, 13, 14, 15, 16, 17 അവരെ ഒരുമിച്ച് പറഞ്ഞ പേരാണ്. അത് മനസ്സിലാക്കി വെക്കണം. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. പ്രാതിനിധ്യ മൂലകങ്ങൾ. എന്തുകൊണ്ട് അറിയാമോ? അവര് എല്ലാ വിഭാഗക്കാരെയും പ്രതിനിധീകരിക്കുന്നു. ഈ പറയപ്പെട്ട 1, 2, 13, 14, 15, 16, 17 എടുത്തു കഴിഞ്ഞാൽ അവരിൽ മെറ്റൽ ഉണ്ട്, അവരിൽ നോൺ മെറ്റൽ ഉണ്ട്, അവരിൽ മെറ്റലോയിഡ്സ് ഉണ്ട്, അവരിൽ ലിക്വിഡ് ഉണ്ട്, അവരിൽ ഗ്യാസ് ഉണ്ട്, അവരിൽ സോളിഡ് ഉണ്ട്. ഇങ്ങനെ എല്ലാ വിഭാഗക്കാരെയും പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ് അവരെ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ 18 ഇല്ല, 18 ഉൾപ്പെടുത്തിയിട്ടില്ല. 1, 2, 13 to 17. ഓക്കെ. ഇനി കുഞ്ഞു മക്കളെ നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് പോവാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ്.
ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അപ്പോ എന്താണ് ഡെഫിനിഷൻ എന്ന് അറിയാവുക? നേരത്തെ എസ് ബ്ലോക്ക് എന്തായിരുന്നു? അവസാനത്തെ ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിലെ സബ് ഷെല്ലിലേക്ക് പോകണം. പി ബ്ലോക്കോ അവസാനത്തെ ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിലെ പി സബ് ഷെല്ലിലേക്ക് പോകണം. അതേസമയം ഡി എന്ത് അറിയാവോ? അവസാനത്തെ ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിന്റെ മുമ്പത്തെ ഷെല്ലിലെ ഡി സബ് ഷെല്ലിലേക്ക് പോകണം. അവസാനത്തെ ഷെല്ലിലെ ഡിയിലേക്കല്ല, വാലൻസ് ഷെല്ലിലെ ഡിയിലേക്കല്ല, വാലൻസ് ഷെല്ലിന്റെ മുമ്പത്തെ ഷെല്ല്. അതിന്റെ പേരാണ് പെനൾട്ടിമേറ്റ് ഷെല്ല്. പെനൾട്ടിമേറ്റ് ഷെല്ല്, അതായത് ലാസ്റ്റത്തെ ഷെല്ല് n ആണെങ്കിൽ പെനൾട്ടിമേറ്റ് ഷെല്ല് n-1 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് എലമെന്റ്സ്? ദീസ് ആർ ദി എലമെന്റ്സ് in which last electron enter into എന്താണ്? ഡി സബ് ഷെൽ ഓഫ് ലാസ്റ്റ് ഷെൽ ആണോ? അല്ല. in which electron enter into d sub shell of penultimate shell. d sub shell of penultimate shell. d sub shell of penultimate shell. Okay, elements in which last electron enter into d sub shell of penultimate shell. സംശയം ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇതിൽ ആരാ ഉൾപ്പെട്ടിട്ടുള്ളതെന്നല്ലേ കുഞ്ഞുമക്കളെ പറയേണ്ടത്? സിമ്പിൾ. ഇതാ ഇവിടെ കണ്ടോ, മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെ കണ്ട ഇവരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇവരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ളവരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, they include groups 3 to 10. ഓക്കെ, ഇതിലില്ലേ ഇനി നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് അതിന്റെ ജനറൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അല്ലേ? ഡെഫിനിഷൻ പറഞ്ഞു, ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു. അതിൽ ഇവിടെയാണ് നാലാമത്തെ പീരീഡിലാണ് ഡി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4, 5, 6, 7 പീരീഡുകളിലാണ് ഡി ബ്ലോക്ക് ഉള്ളത്. 1, 2, 3 ഡി ബ്ലോക്ക് ഇല്ല. ഇവിടെ നാലാമത്തെ പീരീഡിലെ ലാസ്റ്റ് ഷെല്ല് ഏതാ? 4. നാലാമത്തെ പീരീഡിലെ ലാസ്റ്റ് ഷെല്ല് 4 ആണ്. അപ്പൊ തൊട്ട് മുമ്പത്തെ ഷെല്ല് ഏതാ? 3. അതായത് നാലാമത്തെ പീരീഡിലെ ഡി ബ്ലോക്ക് എലമെന്റിൽ ഫസ്റ്റ് എലമെന്റ് തുടങ്ങുന്നത് സ്കാൻഡിയം ആണ്. ഇതാണ് സ്കാൻഡിയം. ഇവിടെ സ്കാൻഡിയം തുടങ്ങിയിട്ട് ഇവിടെ സിംഗിൾ അവസാനിക്കുന്നു. ഓക്കെ, ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ 4s2 കംപ്ലീറ്റ് ആകുന്നു. ഓക്കെ, 4s2 കംപ്ലീറ്റ് ആകുന്നു. ഇവിടെ 4s2-3d1. സ്കാൻഡിയത്തിൽ 4s2 കംപ്ലീറ്റ് ആയിട്ട് 3d1ലേക്ക് എൻട്രി. ഓപ്പോ പ്രിൻസിപ്പൽ പ്രകാരം ഏത് 4s കംപ്ലീറ്റ് ആയ പിന്നെ 3d-ലാണ്. അപ്പൊ 3d1, 3d2, 3d3, 3d4, 3d5, 3d6 അങ്ങനെ ഇവിടേക്ക് എത്തുമ്പോൾ 3d10 ആവും. സിംഗിലേക്ക് എത്തുമ്പോൾ 3d10 ആവും. ഓക്കെ, അപ്പോ പിന്നെ നാലാമത്തെ ഗ്രൂപ്പിൽ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 3d10 4s2. 3d10 4s2 ആണോ? ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ തൊട്ട് മുമ്പിൽ കോപ്പർ ഉണ്ടല്ലോ. കോപ്പർ എന്താ സംഭവിക്കുന്നത്? 3d10 ഓർമ്മ, കോപ്പറിൽ 3d9 4s1 ആ വരുന്നത്. 3d9 4s2 ആ വരുന്നത്. അപ്പൊ അതില് പിന്നെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഒന്നാമത്തെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക്. ഒന്നാമത്തെ സീരീസ്, അതായത് സ്കാൻഡിയം ടു സിങ്ക് വരെയുള്ളതിൽ അവസാനത്തെ സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d10 നമ്മൾ എഴുതിയത്. ഇവിടെ 3d1 4s2 എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷെ 3d 1 തുടങ്ങിയിട്ട് 10 വരെ 3d1 to 10. പക്ഷെ 4s എപ്പോഴും 2 ഉണ്ടോ? ഇല്ലല്ലോ. കോപ്പർ അത് 1 അല്ലേ? എന്തുകൊണ്ട്? കോപ്പറിൽ 2 ഉള്ള 4s 2 ഇലക്ട്രോണിൽ 1 3d-ലേക്ക് ജമ്പ് ചെയ്യുന്നില്ലേ?
അതേപോലെ തന്നെ ക്രോമിയത്തിലും ഫോറസിലെ 1-2 എന്താ പറയുക, തൊട്ട് മുമ്പത്തെ 3D ജമ്പ് ചെയ്യുന്നില്ലേ, അതുകൊണ്ട് ഫോറസിൽ എപ്പോഴും 2 എന്ന് പറഞ്ഞുകൂടാ, 1 to 2. ഓക്കെ, സ്കാലിയത്തിൽ ഓക്കെ 2 ഉണ്ട്, ടൈറ്റാനിയത്തിൽ ഓക്കെ 2 ഉണ്ട്, വനേഡിയത്തിൽ ഓക്കെ 2 ഉണ്ട്. പക്ഷെ ക്രോമിയത്തിലേക്ക് 24ാമത്തെ ക്രോമിയത്തിൽ എന്താ സംഭവിക്കുന്നത്? ഫോറസിലെ ഒരു ഇലക്ട്രോൺ 3D ജമ്പ് ചെയ്യുന്നു. അപ്പോ ഈ സീരീസിന്റെ പൊതുവായിട്ടുള്ള കോൺഫിഗറേഷൻ 3D 1 to 10, ഫോറസ് 1 to 2. അതേപോലെ തൊട്ട് താഴെയുള്ളത് ഇവിടെ ഇട്രിയത്തിൽ നിന്നും തുടങ്ങിയിട്ട് കാഡ്മിയത്തിൽ അവസാനിക്കുന്ന ഇവിടെ 4D 1 to 10, 5S 1 to 2. ഇവിടെ തൊട്ട് താഴെയുള്ളത് പിന്നെ 6S 1 to 2, 5D 1 to 10. ഇങ്ങനെയാ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ജനറൽ കോൺഫിഗറേഷൻ? കുഞ്ഞുമക്കൾ നിങ്ങൾക്ക് എന്നെ പറഞ്ഞുകൂടെ? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS2. അവസാനത്തെ ഷെല്ലിലെ S കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ തൊട്ട് മുമ്പിലുള്ള ഡിയിലേക്കാണ് വരുന്നത്. അവിടെ 1 to 10 വരെ വരും. പക്ഷെ ചില സ്ഥലങ്ങളിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എസിലെ 2 ഇലക്ട്രോണിൽ 1 ഡിയിലോട്ട് ജമ്പ് ചെയ്യുന്നു. സോ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-1D 1 to 10, NS 1 to 2. N എന്താണ്? N ലാസ്റ്റ് ഷെല്ല്, N-1 എന്താണ്? പെനൾട്ടിമേറ്റ് ഷെല്ല്. സംശയമില്ലല്ലോ. ഇനി ഇതുണ്ടല്ലോ, ഇവരെ പറഞ്ഞ പേരാണ് 3D സീരീസ്. കാരണം 3Dയിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത്. ഇത് 4D സീരീസ്, 5D സീരീസ്, 6D സീരീസ്. ഓക്കെ, 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്, 6D സീരീസ്. ഓക്കെ, ഇനി ഇവരെ കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ, വളരെ കുറച്ച്, ഒരുപാടൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ ഇവരെ പറഞ്ഞ വേറെ പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് കോൾഡ് ട്രാൻസിഷൻ എലമെന്റ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. ഇവരെ പറഞ്ഞ പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. എന്തിനാണ് അവർ അങ്ങനെ പറയുന്നത്? എന്തിനാണ് അവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞതറിയാവോ? അവരുടെ ഈ ഭാഗത്തുള്ളവർ ഡി ബ്ലോക്കിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള അയൽവാസികളാണ് സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ്, മെറ്റൽസ് ആയിട്ടുള്ള S ബ്ലോക്ക്. തൊട്ടപ്പുറത്തുള്ളവരാരാണ്? P ബ്ലോക്ക്. ഇവിടെ ഉള്ളവർക്ക് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ട്, പക്ഷെ അത് ഇത്രയില്ല. ഓക്കെ, ഇവിടെ ഭയങ്കര സ്ട്രോങ്, ഇവിടെ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ആണ് ഉള്ളത്. അപ്പോ ഈ വളരെ സ്ട്രോങ് ഇലക്ട്രോ പോസിറ്റീവായ എലമെന്റ്സ് പെട്ടെന്ന് ഇലക്ട്രോൺ എന്താ പറയുക പോസിറ്റിവിറ്റി കുറഞ്ഞ എലമെന്റ് ആയതല്ല. ആ കുറവ് വളരെ ഗ്രാജുവലായിട്ട് വന്നതാണ്. ആ കുറവ് ഇതിനെ കൂടി ഇങ്ങോട്ട് കുറഞ്ഞുകൊണ്ട് വന്നതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ പോസിറ്റിവിറ്റി ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യുന്നു through these elements and finally reaches to weak electropositive elements. So electropositivity ഉണ്ടാകുന്ന ഡിക്രിമെന്റ് ഗ്രാജുവലായിട്ട് കുറയുന്നത് ഈ എലമെന്റിൽ കൂടിയിട്ടായതുകൊണ്ട് ആ ട്രാൻസിഷൻ മാറ്റം നടക്കുന്നത് ഇവരിൽ കൂടിയിട്ടായതുകൊണ്ടാണ് അതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനെ പറയുന്നത്? ഗ്രാജുവൽ ട്രാൻസിഷൻ ഫ്രം most electropositive S block elements to weak least electropositive elements P block elements. Okay, a transition നടക്കുന്നത് ഇവരിൽ കൂടിയിട്ടായതുകൊണ്ടാണ് അവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ, they show variable oxidation state. എന്നാണ് they show variable oxidation state. അതുപോലെ P ബ്ലോക്കിനെ പോലെ തന്നെ ഇവർക്കും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അടുത്തത് they form colored compounds. ഓക്കെ, വളരെ നിറമുള്ള വ്യത്യസ്തമായ മനോഹരമായ വർണ്ണങ്ങളിലുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ കഴിവുള്ളവരാണ് ഡി ബ്ലോക്ക് എലിമെന്റ്സ്. they form colored complexes or compounds. Okay, in അടുത്തത് they show catalytic property. ഇവരിൽ പല എലമെന്റുകളും അവരുടെ കോമ്പൗണ്ടുകളും കാറ്റലിസ്റ്റുകളാണ്. Okay, they form
catalytic property. They form catalytic properties. So these are the important features about d block elements. ഒന്ന് നോക്കിയേ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി മാസ്റ്റർ d ബ്ലോക്ക് എലമെന്റ്സ് മായ്ക്കാണ്. ഇനി മാസ്റ്റർ f ബ്ലോക്ക് എലമെന്റ്സിലേക്ക് പോവാണ്. f ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ എന്തായിരിക്കും ഡെഫിനിഷൻ പ്രകാരം എന്തായിരിക്കും? These are the elements in which last electrons in which last electron enter into S subshell, sorry, F subshell. ഇനി ആരാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അറിയണ്ടേ? അതാണ് ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ്. നോക്കിക്കോളൂ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ ഇവിടെ ആരും അറിയുള്ളത് എന്താ? ഇത് 57ാമത്തെ എലമെന്റ് ലാന്തനം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് 72ാമത്തെ ഹാഫ്നിയമാണ്. 58 മുതൽ 71 വരെയുള്ളവർ അവിടെ നിങ്ങൾക്ക് കാണൂല, അവരെ ഇവിടെ നിങ്ങൾക്ക് കാണാം. 58ാമത്തെ സീറിയം മുതൽ 71ാമത്തെ ലുട്ടീഷ്യം വരെയുള്ളവർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, 58 സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ളവർ ഇവിടെ കാണാം. അപ്പൊ ലാന്തനത്തിന് ശേഷം വരുന്ന 14 എലമെന്റുകളെ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പീരിയോഡിക് ടേബിളിന്റെ മെയിൻ ബോഡിക്ക് താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. അവരെ പറഞ്ഞ പേരാണ് ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സ് ഓർ ലാന്തനൈഡ്സ് അങ്ങനെ പറയും. ലാന്തനോയിഡ്സ് ഓർ ലാന്തനൈഡ്സ്. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ 89ാമത്തെ ആക്ടീനിയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് 104ാമത്തെ റൂദർഫോർഡിയമാണ്. അപ്പൊ 90ാമത്തെ എലമെന്റ്, 90 മുതൽ 103 വരെയുള്ള 14 എലമെന്റുകൾ അവിടെ കാണൂല. ആ 90ാമത്തെ തോറിയം മുതൽ 103ാമത്തെ ലോറൻഷ്യം വരെയുള്ള എലമെന്റുകളെ താഴെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ടീനിയത്തിന് ശേഷം വരുന്ന എലമെന്റുകൾ ആയതുകൊണ്ട് അവരെ പറഞ്ഞ പേരാണ് ആക്ടിനോയിഡ്സ് ഓർ ആക്ടിനൈഡ്സ്. ഓക്കെ, ഈ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ഓർ ആക്ടിനൈഡ്സുമാണ് എഫ് ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളവര്. ഓക്കെ, they include ഈ 14 എണ്ണത്തിൽ ഇലക്ട്രോൺ, അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഈ 14 എണ്ണത്തിലും അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എഫ് സബ്ഷെല്ലിലേക്കാണ്. ഓക്കെ, they include lanthanides or lanthanoids and actinides. Actually അപ്പൊ ഇവർ ഏത് പീരീഡാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരവുണ്ട്. ലാന്തനോയിഡ്സ് 6th പീരീഡാണ്, ആക്ടിനൈഡ്സ് 7th പീരീഡാണ്. ഓക്കെ, ഈ 14 എലമെന്റും ഈ പീരീഡിൽ പെട്ടവരാണ്. അപ്പൊ ചോദിക്കും ഏതാ ഗ്രൂപ്പ്? അപ്പൊ അവിടെ നിന്ന് ഡൗട്ട് വേണ്ട, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും 3ാമത്തെ ഗ്രൂപ്പിൽ പെട്ടവരാണ്. ഈ 3ാമത്തെ ഗ്രൂപ്പിൽ എല്ലാവരുടെ പ്രോപ്പർട്ടിയാണ് ഈ 14 പേരും കാണിക്കുന്നത്. ഇതിന്റെ ഗ്രൂപ്പും 3ാമത്തെ ഗ്രൂപ്പ് തന്നെയാണ്. 14ാമത്തെ ഈ ടോട്ടൽ 28 എലമെന്റുകളുടെയും പ്രോപ്പർട്ടി 3ാമത്തെ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ആക്ച്വലി ഈ എലമെന്റുകളെ നമ്മളെങ്ങാനും ഈ ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിൾ വളരെ നീളമുള്ളതായിട്ട് മാറും, വലിയ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഒരു ബോഡിക്ക് പീരിയോഡിക് ടേബിളിൽ ഒരു സ്ട്രക്ചർ വരാതെ വരും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് അതിന് താഴെ തന്നെ വേറെ തന്നെ എടുത്ത് കഴിഞ്ഞിട്ടുള്ളത്. അത് ഒരു കാരണം. വേറൊരു കാരണം എഫ് ബ്ലോക്ക് അവസാനത്തെ ഇലക്ട്രോൺ എഫ് സബ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നവരെ വേറെ തന്നെ എടുത്ത് എഴുതി. ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ളത് ഡി സബ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നവരെയാണല്ലോ. ഓക്കെ,
അപ്പൊ ഏതാണ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ലാന്തനോയിഡ്സ് ആണെങ്കിലും ആക്ടിനോയിഡ്സ് ആണെങ്കിലും ഗ്രൂപ്പ് 3 ഇത് പീരീഡ് ഏതാണ്? ലാന്തനോയിഡ്സ് പീരീഡ് 6th പീരീഡ് ആണ്, ഇത് 7th പീരീഡ് ആണ്. ഓക്കെ, 6th പീരീഡ് 7th പീരീഡ്. ഓക്കെ, അടുത്തത് എന്തുവാണ്? ഇനി അതിന്റെ അവസാനത്തെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് മാഷ് ഒരു കാര്യം കൂടി പറഞ്ഞു. എസ് ബ്ലോക്ക് ആണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്ന എസ് സബ് ഷെൽ ലാസ്റ്റ് ഷെല്ലിലാണല്ലോ. പി ബ്ലോക്ക് ആണെങ്കിലോ അവസാനത്തെ ഷെല്ലിലെ പി സബ് ഷെൽ. ഡി ബ്ലോക്ക് ആണെങ്കിലോ പെനൾട്ടിമേറ്റ് ഷെല്ലിലെ ഡി സബ് ഷെൽ. അതേസമയം ഇതെന്തിനറിയാവോ? ലാസ്റ്റത്തെ ഷെല്ലിന്റെ മുമ്പത്തെ ഷെല്ല്. അതായത് ബാലൻസ് ഷെല്ലിലെ എഫ് അല്ല, പെനൾട്ടിമേറ്റ് ഷെല്ലിലെ എഫ് അല്ല. പെനൾട്ടിമേറ്റ് ഷെല്ലിന്റെ മുമ്പത്തെ ഷെല്ലാണ് ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ല്. ആന്റി പെനൾട്ടിമേറ്റിലെ എഫ് സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അതായത് ഈ എഫ് സബ് ഷെൽ എന്ന് പറയുന്നത് എഫ് സബ് ഷെൽ ഓഫ് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ. ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ. അപ്പൊ എന്തായിട്ട് ലാസ്റ്റ് ഷെൽ എൻ ആണെങ്കിൽ പെനൾട്ടിമേറ്റ് ഷെൽ n-1, ഇത് n-2. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് എൻട്രി ചെയ്യുന്നത് 4f-ലാണ്. അപ്പൊ 4 എന്താണ്? n-2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ n-1 ഏതാണ്? അത് 5 ആണ്. n ഏതാണ്? 6 ആണ്. 6ാമത്തെ പീരീഡ് ഞാൻ പറഞ്ഞല്ലോ. 6ാമത്തെ പീരീഡിന്റെ ലാസ്റ്റ് ഷെൽ ഏതാ? 6. അപ്പൊ 6th പീരീഡിലുള്ള എസ്സിലെ ഇലക്ട്രോൺസ് എസ്സിലല്ല, അതിന് തൊട്ട് മുമ്പുള്ള ഡിയിലും അല്ല, അതിന്റെ തൊട്ട് മുമ്പിലുള്ള എഫിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടാൻ വേണ്ടി തുടങ്ങുന്നത്. അത് നിങ്ങൾ എന്താ പറയാ, പിന്നെ നമ്മുടെ ഓഫ് പ്രിൻസിപ്പിൾ പ്രകാരം നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 6s കംപ്ലീറ്റ് ആവുന്നു. ഇവിടെ 6s കംപ്ലീറ്റ് ആവുന്നു. 6s കഴിഞ്ഞിട്ട് 4f-ലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടാൻ തുടങ്ങുന്നത്. അപ്പോൾ പ്രിൻസിപ്പിളിന്റെ ഓർഡർ നിങ്ങൾ നോക്കിയാൽ മതി. 1s 2s അങ്ങനെ കഴിഞ്ഞിട്ട് 6s കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് 4f സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇവിടെ 4f-14 വരെ ആവുന്നു. ഓക്കെ, അപ്പൊ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ n-2f1 to 14. അതിൽ ചിലതിൽ അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതുമ്പോൾ അതിൽ ചിലതിൽ നിങ്ങൾക്ക് കാണാം F18 വരുന്ന സ്ഥലങ്ങളിൽ ആ 8ത്തെ 1 തൊട്ടപ്പുറത്തെ ഡിയിലോട്ട് ജമ്പ് ചെയ്യും. എന്തിനാണെന്നറിയാവോ? അപ്പൊ F7 ആവും. F7 ആവുമ്പോൾ എന്താവും? ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി കിട്ടും. ഈ 6f-ന് തൊട്ട് മുമ്പുള്ള ഡി എന്ന് പറയുന്നത് 5d ആണ്. ഓക്കെ, അപ്പോ ചില സമയങ്ങളിൽ മാത്രം 5dയിൽ ഒരു ഇലക്ട്രോൺ വരും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ ചില സമയങ്ങളിൽ ഇല്ല, ചില സമയങ്ങളിൽ 1 വരും. ഓക്കെ, അവസാനത്തെ ഷെല്ലിലുള്ള എസ് സബ് ഷെൽ എപ്പോഴും ns 5d എന്ന് പറഞ്ഞത് ഇതിന്റെ കേസിലാണ് 5d, ഇതിന്റെ കേസിൽ 6d. അപ്പൊ ജനറൽ ആയിട്ട് nd അല്ല n-1d, സോറി n-1d. ഓക്കെ, ലാസ്റ്റ് ഷെല്ലിൽ എസ് എപ്പോഴും ഫീൽഡ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ കേസിൽ അത് 6s2 അതായത് ലാൻഡനോയിഡ്സിന്റെ കേസിൽ 6s2 5d 0 to 1 4f1 to 14. ഇതിന്റെ കേസിലോ 7s2 6d 0 to 1 5f1 to 14. So general ആയിട്ട് n-2f1 to 14 n-1d 0 to 1 ns2. ഓക്കെ, അപ്പൊ ഡിയിൽ ചില സമയങ്ങൾ മാത്രമേ ഇലക്ട്രോൺ വരൂ, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, അപ്പൊ എന്തിനാണ് ആ ഇലക്ട്രോൺ പറഞ്ഞത്? ഇത് എവിടെ നിന്ന് വന്നതാണ്? എഫില് എന്താ പറയാ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 8 ഇലക്ട്രോൺ ഉണ്ട് എങ്കിൽ അത് 5dയിലേക്ക് ജമ്പ് ചെയ്തിട്ട് 7 ആയിട്ട് മാറും. ഓക്കെ, സോ ദിസ് ഈസ് ദി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ജനറൽ ഈസി ഇതാണ്. ഓക്കെ, ഇനി ഇതിന്റെ വേറെ പ്രത്യേകത വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്കിനെ പോലെ തന്നെ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്.
വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെയോ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഫോം കളേർഡ് കോമ്പൗണ്ട്സ് ഓക്കെ. നെക്സ്റ്റ് അടുത്തത് ഇതിൽ ഭൂരിഭാഗവും മാൻമെയ്ഡ് ആണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളവരാണ്. ഓക്കെ. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവും ആണ്. ഇതാണ് എഫ്ലോക്ക് എലമെന്റ്സ്. ഇത് ഭൂരിഭാഗവും നമ്മുടെ എന്താ പറയാ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ട് ലാബോറട്ടറിയിൽ ഉണ്ടാക്കിയ എലമെന്റുകളാണ്. മാത്രമോ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകൾ തോറിയം, ഇത് ആർട്ടിഫിഷ്യൽ അല്ല, ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ. യുറേനിയം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, പക്ഷെ അതൊക്കെ റേഡിയോ ആക്റ്റീവ് ആണ്. ഓക്കെ. Most of them are radioactive and man-made. Okay, most of them are radioactive and man-made. Okay, so these are the important features about F-block elements. Okay, ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ ആ എലമെന്റ് ഏത് ഗ്രൂപ്പിലാണ്, ഏത് പീരീഡിലാണ്, ഏത് ബ്ലോക്കിലാണ് എന്ന് കണ്ടെത്താനുള്ള ട്രിക്ക് പറഞ്ഞു തരും. ഓക്കെ, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, നിർത്തട്ടെ.